ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂട് എപ്പിസോഡ്. നീ അങ്ങനെ കരുതിക്കോ, ഞാൻ നിന്റെ ആരുമല്ല അല്ലേ? അല്ല, ഞാൻ നിന്റെ അടുത്ത് മിണ്ടാൻ പോലും പോകുന്നില്ല. ഞാൻ ഇപ്പോഴേ ബ്ലോക്ക് ചെയ്യുക. എന്ത് തേങ്ങാക്കൊല വേണമെങ്കിലും ചെയ്യേ, ഫോൺ മാത്രം ചെയ്യാതിരുന്നാൽ മതി. ഹലോ നിധി, നോക്കിയേ, എല്ലാം നല്ലോണം കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. പോരെ? ഓക്കെ. ഇനി തറ വീണ കടലാസും പൊടിയൊക്കെ അടിച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞു. അതും ഞാൻ തന്നെ ചെയ്യണോ? അല്ലാതെ പിന്നെ ഞാൻ ചെയ്യണോ? അല്ല നികേഷ്, ഇത്രയൊക്കെ ചെയ്തില്ലേ? ഇനി ഞാൻ ചെയ്തോളാം. സുഭാഷ് ഏട്ടാ, അത് സുധീഷ് ചെയ്തോളും. അവൻ ചെയ്താലും പിന്നെ ഞാൻ തന്നെ ചെയ്യണം. പിന്നെന്താ? അതെ, അപ്പം പിന്നെ ഒരു തവണ ചെയ്താൽ പോരെ? താങ്ക് യു സുഭാഷ് ഏട്ടാ. ഏയ്, ഞാൻ അടിച്ചു വാരിത്തരാം. താൻ കൊണ്ടുപോയി പുറത്തു കൊണ്ടുപോയി കളഞ്ഞാൽ മതി. അങ്ങനെ രക്ഷപ്പെടണ്ട. എന്തോന്ന്? ദാ, താങ്ക് യു, വെൽക്കം. കഴിഞ്ഞോ? ഇനി എന്തെങ്കിലും പണിയുണ്ടോ? ഇല്ല, വാ. എന്താണ് ഹരീഷേട്ടാ, നീതുമായിട്ട് പിന്നെ അടിയുണ്ടായോ? മനുഷ്യന്റെ തല പൊട്ടിത്തെറിക്കുന്ന പോലെയായി. നിങ്ങളുടെ പ്രേമ അടിയും ചീത്തവിളിയൊക്കെ തന്നെയാണല്ലോ. എന്തായാലും ഇന്ന് മേടിച്ച സാധനത്തിന് ഒരുപാട് പൈസ ആയി കാണുമല്ലോ സുധീഷേ. മുടക്കിയനെ, പക്ഷെ നിധി സമ്മതിച്ചില്ല. നിധിയാണ് മുഴുവൻ കാശും കൊടുത്തത്. നിധിയോ? എന്തിനാ മോളെ നീ ഇത്രയും കാശ് മുടക്കി ഇതൊക്കെ മേടിച്ചത്? ഇതിലിപ്പോൾ എന്താ സുഭാഷേട്ടാ കാര്യം? നമ്മുടെ വീട്ടിലേക്ക് എനിക്ക് സാധനം മേടിച്ചുകൂടെ എന്നൊരു ചോദ്യം. പിന്നെ ഞാൻ എന്ത് പറയാനാ? എന്നാ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ആ, ഏട്ടത്തി അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ എന്ന് സുധീഷേട്ടനും കരുതി. ഒരു നാണവുമില്ലാതെ അവരോട് പൈസ കൊടുത്തോളാൻ പറഞ്ഞില്ലയോ? ഇതിലിപ്പം നാണം കെടേണ്ട എന്ത് കാര്യമാടാ ഉള്ളത്? നമ്മുടെ വീട്ടിലേക്ക് എന്തേലും സാധനം മേടിക്കുവാണെങ്കിൽ സുധീഷേട്ടൻ കൊടുക്കണം, അല്ലാതെ ഏട്ടത്തിയും കൊണ്ട് കൊടുപ്പിക്കുകയല്ല വേണ്ടത്. എടാ, ഇത് അവളുടെയും കൂടെ വീടാ, ഇത് മറക്കല്ലേ ഹരീഷേ. എടോ ആയിക്കോട്ടെ, എന്നാലും ഏട്ടത്തിക്ക് ആവശ്യമുള്ളത് മേടിച്ചു കൊടുത്ത് കൊണ്ട് നടക്കുന്നത് സുധീഷേട്ടനാ. അല്ലാതെ ഇതൊക്കെ ഏട്ടത്തിയും കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് നാണമില്ലാതെ നിൽക്കുന്നു. അല്ലെങ്കിലും കാശിന്റെ കാര്യത്തിൽ താൻ പണ്ടേ ഇങ്ങനെയൊക്കെ തന്നെയാ ഹരീഷേട്ടാ. ഡാ ഹരീഷേ, മിണ്ടാതിരുന്നോണോ? അനാവശ്യമായിട്ട് സംസാരിക്കാൻ നിൽക്കല്ല്. ഞാൻ എന്താ അനാവശ്യമാ സംസാരിച്ചേ? മതി, ഇതും പറഞ്ഞ് ഇനി വഴക്കുണ്ടാക്കാൻ നിൽക്കണ്ട. ഹരീഷേട്ടാ, ഉള്ളിലുള്ള വേറെ ദേഷ്യം ഇവിടെ തീർക്കാൻ നിൽക്കല്ലേ. വന്നേ. നീ വിടടാ, ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ഈ വീട്ടിൽ ആവശ്യമുള്ള സാധനം ഏട്ടത്തെയും കൊണ്ട് മേടിച്ചത് ഇയാൾക്ക് നാണമില്ലാത്തത് കൊണ്ടല്ലയോ? ആരെങ്കിലും ചോദിച്ചില്ലേ ഇങ്ങനെ തന്നെ ആവർത്തിക്കും. എടാ, ഈ വീട്ടിലേക്ക് സാധനം മേടിക്കുന്നത് അവക്ക് സന്തോഷമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ മേടിക്കണ്ടെന്ന് വിചാരിച്ചത്. എടോ, ഏട്ടത്തി മാത്രമല്ല, ഈ വീട്ടിൽ ആര് ചെലവ് ചെയ്താലും നിങ്ങൾക്ക് സന്തോഷമാണ്. സുഭാഷേട്ടാ, ഇവനോട് പറ, സ്വന്തം കയ്യിൽ നിന്ന് കാശ് പോകത്തില്ലല്ലോ, ആര് ചെലവാക്കിയാൽ എന്താ? ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നുണ്ടല്ലോ. എടാ, തോന്നിവാസം പറയുന്നു പറഞ്ഞോണ്ട് ഹരീഷിനെ അടിക്കുന്നു. ഡാ, ഇവൻ പറയുന്ന കേട്ടോ സുഭാഷ് ഏട്ടാ? ഇതൊക്കെ ഇവൻ ഇവിടെ അവകാശമുണ്ടോ? അവകാശമുണ്ട്. ഞാൻ നിങ്ങളെപ്പോലെയല്ല ഇവിടെ ജീവിക്കുന്നത്. ഹരീഷ് ഏട്ടാ, ഏട്ടത്തി ഉണ്ടകത്ത്. പിന്നെ നീ കൊട്ടക്കണക്കിനല്ലേ ഇവിടെ കൊണ്ട് തള്ളുന്നത്? നീ അത്ര വലിയ കുബേരനൊന്നും അല്ലല്ലോ. മെക്കാനിക്കല്ലയോ? അതെ, ഞാൻ മെക്കാനിക്കലാ, അല്ലാതെ നിങ്ങളെപ്പോലെ വേറെ ആൾക്കാരെ ഓസി അടിച്ച് ജീവിക്കുവല്ല. എടോ, തനിക്ക് സോപ്പ് വരെ മേടിച്ചു തരുന്ന സുഭാഷ് ഏട്ടനല്ലയോ? രണ്ടുപേരും കൂടെ പൊരിഞ്ഞടി. നിധി വരുന്നു. ഒന്ന് നിർത്ത്, മതി, നിർത്ത്. ഹരീഷേ, സുധീഷേ, ഒന്ന് നിർത്ത്. മാറ്, എന്തെങ്കിലും കാണിക്കട്ടെ. നിധി അവിടെ ഇരിക്കുന്ന വെള്ളം എടുത്ത് ദേഹത്തൊഴിക്കുന്നു. എന്താ ഇവിടെ നടക്കുന്നേ? ഒന്ന് മാറിയിട്ട് 2 മിനിറ്റ് പോലും ആയില്ല, അതിനുള്ളിൽ അടി തുടങ്ങിയോ? ഇതൊക്കെ കണ്ട് ഞാൻ മിണ്ടാതിരിക്കും, പക്ഷെ ഇനി വരാൻ പോകുന്ന പെൺകുട്ടി അങ്ങനെ ആയിരിക്കണമെന്നില്ല. ആ കുട്ടിയുടെ മുന്നിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ പെരുമാറാൻ പോന്നെ? എത്ര നാണക്കേടാ ഇത്. ഒന്ന് പറഞ്ഞ് രണ്ടിന് നിങ്ങൾ എന്തിനാ ഇങ്ങനെ തല്ലാൻ പോന്നെ? സംസാരിച്ച് തീർക്കാൻ പറ്റത്തില്ലേ? എന്നാ പിന്നെ നിങ്ങൾ ഗാട്ടാ ഗുസ്തയ്ക്കോ പോ. കൊച്ചു പിള്ളേരെ പോലെ കെട്ടിമറിയുന്നു. നാണമുണ്ടോ നിങ്ങൾക്ക്? ആണുങ്ങളാത്രേ. എത്ര തവണ ഇതൊക്കെ പറയണം? മാറി നിൽക്കുക അങ്ങോട്ട്. പിന്നെ കാണിക്കുന്ന പിറ്റേന്ന് രാവിലെയാണ്. ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ സുഭാഷേട്ടൻ്റെ നിശ്ചയമാണ്. ദയവ് ചെയ്ത് മുഖം വീർപ്പിച്ചിരിക്കല്ല്. പറഞ്ഞേക്കാം, ഞാൻ നോർമലായിട്ടായിരിക്കുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. നാളെ നിശ്ചയം നടക്കേണ്ട ആളാ. രാവിലെ എണീറ്റ് കടയിൽ പോയി സാധനം മേടിച്ചോണ്ട് വരുന്നു. എന്നും ചെയ്യുന്നതല്ലേ, ശീലമായി കാണും. ചെയ്യാൻ ഇവിടെ വേറെ ആളില്ലല്ലോ. ഇനിയിപ്പം നിശ്ചയത്തിൻ്റെ തലവേദനയും കൂടെ സുഭാഷേട്ടൻ തലമണ്ടേ വെക്കല്ല്. അതിനിപ്പോൾ എന്താ തലവേദന? നമ്മളെല്ലാം വണ്ടി കയറി അങ്ങ് ചെന്നാൽ പോരെയോ? ബാക്കിയെല്ലാം അവരല്ലേ ചെയ്യുന്നത്. എന്നാലും ബാക്കിയെല്ലാം നല്ല രീതിയിൽ നടക്കണമെന്നുള്ള ടെൻഷൻ കാണത്തില്ലയോ? നിശ്ചയത്തിന് നമ്മൾ അടുത്തുള്ള ആരെയും വിളിച്ചില്ല. എന്തിന്? അവരെ കൊണ്ടുപോയിട്ട് അവിടെ ചെന്നിട്ട് അവരുടെ വായിരിക്കുന്ന നമ്മൾ കേൾക്കണം അല്ലേ? അടുത്തുള്ള ആളുകളോ അടുപ്പമുള്ള ആളുകളോ? ഹരീഷേട്ടന് നീതുവിനെ വിളിക്കണമെന്നുണ്ട്. അതാ ഈ ഡയലോഗ്. അവൾ വരാന്ന് പറഞ്ഞതാ, ഞാൻ പിന്നെ വേണ്ടാന്ന് പറഞ്ഞു. എന്തു പറ്റി? അവൾ വന്നിട്ട് എന്തിനാ? എന്താടാ, രണ്ടുപേരും വീണ്ടും ഉടക്കിലായോ? ആ, വെറുതെ അല്ല വിളിക്കാത്തത്. അല്ല, നിശ്ചയത്തിന് മോതിരം മാറണ്ടേ? അത് സുഭാഷേട്ടൻ മേടിച്ചിട്ടുണ്ടോ? അയ്യോ, അത് ശരിയാണല്ലോ. അയ്യോ, ഞാനത് ഓർത്തില്ല. എല്ലാം ചെയ്തത് സുഭാഷേട്ടൻ തന്നെയല്ലയോ? അപ്പം ഇത് മേടിച്ചു കാണും. ആ, ചോദിക്കാം. സുഭാഷേട്ടാ. എന്താ മോളെ? ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ആവും. അത് വിട്, വേറൊരു കാര്യം ചോദിക്കാൻ വിളിച്ചേ. നിശ്ചയത്തിനുള്ള മോതിരം മാറണ്ടയോ? മോതിരമോ? ആ,
അതൊക്കെ അവർ മേടിച്ചോളൂ. അതല്ല സുഭാഷ് ചേട്ടാ, ആ കുട്ടി സുഭാഷ് ചേട്ടൻ ഇട്ട് തരുമ്പോഴത്തേനെ തിരിച്ച് സുഭാഷ് ചേട്ടൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കണ്ടായോ? അത് തന്നെ. നിശ്ചയൊക്കെ വളരെ പെട്ടെന്നായതുകൊണ്ട് അതൊക്കെ അവർ മേടിച്ചോളാന്ന് പറഞ്ഞു. നമ്മൾ കാശ് കൊടുത്താൽ മതിയെന്ന്. അടുപ്പിൽ എന്തോ ഉണ്ട്, ഞാനൊന്ന് നോക്കട്ടെ. അതെന്തോ പണം കൊടുത്താൽ മതിയെന്നോ? എനിക്കും ഒന്നും മനസ്സിലാവുന്നില്ല. രണ്ടു കൂട്ടുകാർക്കും പോയി മോതിരം വാങ്ങാൻ അവർക്ക് അത്ര സമയമില്ലയോ? എനിക്ക് ആലോചിക്കുമ്പോഴേ പേടിയാവോ. നീ എന്തിനാ പേടിക്കുന്നേ? നിധിയേട്ടത്തി വന്നപ്പോൾ ആകെ ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു, അത് പോവോന്ന് എനിക്ക് പേടി. അങ്ങനെയൊന്നും സംഭവിക്കില്ല നികേഷേ. സുഭാഷ് ചേട്ടൻ ഈ കല്യാണത്തിന് വലിയ കോൺഫിഡൻറ്റാ. സുഭാഷ് ചേട്ടനെ ഈ കാര്യത്തിൽ വിശ്വസിക്കാം. ആൾക്ക് നല്ലത് വരണമെന്ന് കരുതി പ്രാർത്ഥിക്കാം. എന്നാ പിന്നെ നമുക്ക് 6 പേർക്കും പോകാനുള്ള ഒരു വണ്ടി അങ്ങ് സെറ്റാക്കാം. സുഭാഷ് ചേട്ടാ. എന്താ മോളെ? നമുക്കേ സുഭാഷ് ചേട്ടൻ്റെ വെല്ലിച്ചനെയും കൂടെ വിളിച്ചാലോ? അയ്യോ അതൊന്നും വേണ്ട, അനാവശ്യ സംസാരവും. ഒന്നാതെ വരാൻ പോകുന്നില്ല, പോയി വിളിച്ചാൽ പരിഹാസം. എന്തിനാ വെറുതെ? അച്ഛാ. എന്താ പറഞ്ഞോ? നാളെ നിശ്ചയം. അച്ഛൻ എങ്ങോട്ടും പോവല്ല്. എടാ, ഞാൻ അത്രയും പറഞ്ഞിട്ട് നീ ആ പെണ്ണിനെ കെട്ടാൻ പോവാന്നോ? ആ വിധിയെ തടയാൻ ബ്രഹ്മന് കഴിയില്ല. നിന്റെ തലവിധി അതായിരിക്കും. അത് കണ്ടു നിൽക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞാൽ എങ്ങനാ? അച്ഛന് വന്നേ പറ്റൂ. നീയാണല്ലോ ഇപ്പൊ ഇവിടുത്തെ കോടതി. ശരി, വന്നു തൊലച്ചോളാം. അച്ഛാ, എന്താ മോളെ വേണ്ടേ? വെല്ലിച്ചനെയും കൂടെ വിളിച്ചാലോ? ആ ബഹാസൂരനെയോ? അല്ല, എനിക്കറിയാൻ വയ്യാതുകൊണ്ട് ചോദിക്കുക. ഞങ്ങളെല്ലാം ചേർത്ത് വെക്കുന്നതാണോ നിനക്ക് പരിപാടി? എന്തിനാ ഇപ്പം നിങ്ങൾ നിധിയെ ചീത്ത വിളിക്കാൻ നിൽക്കുന്നത്? ആര് ചീത്ത വിളിച്ചു? ഒന്നും മിണ്ടാതിരി. അച്ഛൻ അങ്ങനെ ചീത്ത വിളിച്ചൊന്നുമില്ല. അച്ഛാ, നമ്മുടെ ഫാമിലിയിൽ നിന്ന് കുറച്ച് ആളുകളുള്ളത് നല്ലതാണ്. ആ ബഹാസുരൻ വന്നിട്ട് ഈ കുടുംബത്തിന് ഒരു നല്ല കാര്യവും നടക്കാൻ പോകുന്നില്ല. ഓ, നിന്റെയൊക്കെ ഇഷ്ടം പോലെ ചെയ്യ്. ഇയാൾ എന്തിനാ അനാവശ്യമായിട്ട് ഓരോന്ന് എഴുന്നള്ളിക്കാൻ പോകുന്നത്? സുഭാഷ് ചേട്ടനെ കാണാതായപ്പോൾ വെല്ലിച്ചൻ ഇങ്ങോട്ട് വന്ന് അന്വേഷിച്ചില്ലയോ? കുടുംബക്ഷേത്രം എവിടെയാന്ന് പറഞ്ഞു തന്നില്ലേ? അതിന് നമ്മുടെ ഒരു നല്ല കാര്യം നടക്കുമ്പോൾ അവിടെ ചെന്ന് പറയണ്ടായോ? പോയിന്റ് കറക്റ്റാണ്, പക്ഷെ അവർ വരണ്ടായോ? അവരുടെ വായിരിക്കുന്ന മുഴുവൻ കേൾക്കേണ്ടിയും വരും. ഞാൻ പോയി വിളിച്ചോളാം. എന്നെ ഒന്നും പറയത്തില്ല. വേണ്ട മോളെ, ഞാൻ പോയി വിളിച്ചോളാം. സുധീഷ് പറഞ്ഞതുപോലെ നിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ അത് വിഷമമാവും. അത് സാരമില്ല. വേണ്ട ഏട്ടത്തി, സുഭാഷ് ചേട്ടൻ പോയാൽ മതി. അതാ നല്ലത്. ഈ വീട്ടിൽ അല്പമെങ്കിലും സോഫ്റ്റ് കോർണർ ഉള്ളത് സുഭാഷ് ചേട്ടനോടാ. എന്നാ ശരി. എന്നാ സുഭാഷ് ചേട്ടൻ അവരോട് ചെന്ന് പറ നാളെ വരാൻ. എന്നാ ശരി. അല്ല, ഞാൻ സുധീഷിനോട് ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ. എന്ത് കാര്യം? ഇതാ കുഴപ്പം. ഏറ്റാൻ മാത്രം പോരാ, കുടുംബസ്നേഹം ഉണ്ടെങ്കിലേ അത് നടത്തി കാണിക്കണം. അയ്യോ, ആ കാര്യം ഞാൻ വിട്ടുപോയി. ഇനി ഒരു ദിവസം കൂടിയേ ഉള്ളൂ. ഇന്ന് തന്നെ അത് ശരിയാക്കാം. ഹലോ ഹരീഷേ, നമുക്ക് രണ്ടുപേർക്കും ഒരു പണിയുണ്ട്. എന്താ? നീ വേഗം റെഡിയാവും, നമുക്കൊരു സ്ഥലം വരെ പോകണം. എന്താ സുധീഷ് ചേട്ടാ? അതെ, വലിയവരറിഞ്ഞാൽ മതി, നീ കുഞ്ഞു കുട്ടികളൊന്നും അറിയണ്ട. നീ വേഗം വന്നേ. എൻ്റെ ഫോൺ വാടാ. എന്താ ഏട്ടത്തി? ഏട്ടന്മാരെ നടത്തിയിട്ട് വരട്ടെ, അപ്പോൾ അറിയാലോ. ഓ, അതെന്ത് കാര്യം? എന്താടാ സുഭാഷേ പതിവില്ലാതെ ഇങ്ങോട്ട്? വെല്ലിച്ച അമ്മായി, എൻ്റെ വിവാഹ നിശ്ചയമാണ് നാളെ. ആണോ? ഹാപ്പി ന്യൂസ് ആണല്ലോ. പെണ്ണ് എവിടുന്നാ? ഇവിടെ അടുത്തുനിന്നാ, കഴക്കൂട്ടത്തുനിന്ന്. എന്നാ നിശ്ചയം? നാളെ. നാളെയോ? അതെ, പെട്ടെന്നായിരുന്നു എല്ലാം. ഞാനതിന് നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കാൻ വന്നേ. ക്ഷണിക്കാനോ? നിന്റെ നിശ്ചയത്തിനോ? കേട്ടില്ലേ ഗംഗേട്ട? ഇതിന് കാരണം ഗംഗേട്ട ഒറ്റ ഒരാളാ. അന്ന് കുടുംബക്ഷേത്രം എവിടെയാണെന്ന് പറഞ്ഞു കൊടുത്തില്ലേ? അന്ന് മുതൽ വൈരാഗ്യമെല്ലാം മറന്ന് ഒന്നായെന്ന ഇവരുടെ വിചാരം. ക്ഷണിക്കാൻ വന്ന ആളിനോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? സുഭാഷ് ചേട്ടാ, അമ്മ പറഞ്ഞത് കാര്യമാക്കണ്ട. ഞാൻ 2-3 ദിവസം ഇവിടെ ഉണ്ട്. ഉറപ്പായിട്ട് നിശ്ചയത്തിന് വരും. സുനന്ദയെ ഒന്നും മിണ്ടാതിരുന്നോണം. ഈ ആഗ്നയൊക്കെ പണ്ട് തള്ളക്കോഴി ചമഞ്ഞ കാലത്ത്. ഇപ്പം എനിക്ക് ചോദിക്കാൻ ആളുണ്ട്. ചോദിച്ച അശ്വൻ തടയാനും പോകുന്നില്ല. ഞാൻ പോവും. നാളെ നിശ്ചയത്തിന് ഇന്നാണോ വന്ന് വിളിക്കുന്നേ? അതാണോ മര്യാദ? വെല്ലിച്ച ഒരാഴ്ച കൊണ്ടുള്ള ബന്ധവാ. എല്ലാം വളരെ പെട്ടെന്നാണ് തീരുമാനിച്ചത്. നാളത്തേയുള്ള കാര്യം ഇന്നെങ്കിലും വന്ന് പറഞ്ഞല്ലോ. വെല്ലിച്ച, ബന്ധുക്കളായിട്ട് വിളിക്കാൻ ഞങ്ങൾക്ക് ആരുമില്ല. ഞങ്ങളോടുള്ള ദേഷ്യവും കേസും ഒക്കെ അതുപോലെ തന്നെ തുടരട്ടെ. കാരണന്മാരുടെ സ്ഥാനത്ത് നിന്ന് അനുഗ്രഹിക്കാൻ വെല്ലിച്ചനും അമ്മായിയും ഉണ്ടാവണം. കാലി തൊട്ടു വീഴുന്നു. അയ്യോ അതൊന്നും വേണ്ട. നാളെ പോകുമ്പോൾ വെല്ലിച്ചനും അമ്മായി എന്തായാലും ഉണ്ടാവണം. അച്ഛൻ്റെ മുന്നിലല്ല, ആദ്യം ദക്ഷിണ വെക്കുന്ന ഇവിടെയാണ്. ആശീർവാദം ഉണ്ടാവണം. ഞാൻ ഇറങ്ങുക. ഇനി പോവാതിരുന്ന നിങ്ങളോട് ദൈവം പോലും പൊറുക്കത്തില്ല. ഇത്രയ്ക്ക് മര്യാദയ്ക്ക് ആരും നിങ്ങളെ ക്ഷണിച്ചിട്ടുണ്ടാവത്തില്ല. ഇനിയൊട്ട് ക്ഷണിക്കാനും പോകുന്നില്ല. എന്തായാലും ഞാൻ പോവും, അത് ഉറപ്പാ. ഗംഗേട്ടാ, പണ്ടത്തെ പോലെയല്ല. അവൾ പോകുമെന്ന് വെച്ചാൽ പോവും, ഉറപ്പാ. അവളെ ഒറ്റയ്ക്ക് വിടുന്നത് ശരിയാണോ? എന്താ നമ്മൾ പോവാഞ്ഞെന്ന് അശ്വൻ ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും? അപ്പം പോണോന്നാണോ ഗംഗേട്ടൻ പറയുന്നത്? ആ, വന്ന് കാല് പിടിച്ചല്ലേ പോവാം. ആരെയും കാണുന്നില്ലല്ലോ. ഇത് തന്നെയാണോന്ന് ആരെങ്കിലോടും ചോദിച്ചാലോ? ആരോട് ചോദിക്കോ? അവിടെ ആരെങ്കിലും ഉണ്ടോ? ആരെയും കാണുന്നില്ലല്ലോ. ദേ സുധീഷേട്ടാ, എന്താടാ? നമുക്ക് അവിടെ ചോദിക്കാം. എന്തായി, അന്വേഷിച്ചോ? ഉവ്, ചില കാര്യം അറിയുകയും ചെയ്തു. പതുക്കെ. സുഭാഷ് ചേട്ടാ അവിടെ വേസ്റ്റ് കത്തിക്കുക. ആരോടാ ചോദിച്ചത്? ഞങ്ങളെ നാട്ടിലെ 3-4 വീട്ടുകാരോട് ചോദിച്ചു. അപ്പോഴാ അറിഞ്ഞേ. എടാ, നീ ഇവിടെ ഇരിക്കണ്ട, അപ്പുറത്ത് പോയിരി. എനിക്കറിയണം. സുഭാഷ് ചേട്ടനെ പറ്റി എന്തോ രഹസ്യമാണ് നിങ്ങൾ പറയുന്നേ. എനിക്കത് അറിഞ്ഞേ പറ്റൂ. ഡാ, അവനോട് അറിഞ്ഞോട്ടെ.
ഏട്ടത്തി 3-4 കുടുംബത്തിൽ ചെന്ന് അന്വേഷിച്ചു. ആർക്കും ആ കുടുംബത്തെ പറ്റി നല്ല അഭിപ്രായമില്ല. അതേന്നെ, ആ കുടുംബക്കാർ മുഴുവൻ വഴക്കാളികളാണ്. ജയന്തി എന്ന പെണ്ണ് പ്രത്യേകിച്ചു ഒരു വല്ലാത്ത ടൈപ്പാണ്. നാട്ടുകാരുമായിട്ട് അവർക്ക് വലിയ ബന്ധമൊന്നുമില്ല. ആരും നല്ലതും പറയുന്നില്ല. അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേടിയായി. അറിഞ്ഞുകൊണ്ട് സുഭാഷ് ഏട്ടനെ കൊക്കയിലേക്ക് അയക്കുവാണെന്നൊരു തോന്നൽ. മാത്രവുമല്ല, നമ്മുടെ വീടിനെ പറ്റിയും പുറത്ത് അങ്ങനെയാണല്ലോ പറയുന്നത്. നമ്മളാരും അങ്ങനെയല്ലല്ലോ. അതുപോലെ അവരെ പറ്റിയും പറയുന്നതാണല്ലോ. അങ്ങനെ ഓർത്തൊരു ടെൻഷനുണ്ട്. അങ്ങനെ ഓർത്ത് സമാധാനിക്കാൻ പറ്റുമോ? ആ വീട്ടിൽ നാളെ നിശ്ചയം നടക്കുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. ആളുമില്ല, ഒരുക്കമില്ല, ആകെ ഒരു മൂകത. കണ്ടില്ലേ, ഞാൻ അന്നേരെ പറഞ്ഞില്ലേ എന്തോ ഒരു കുഴപ്പമുണ്ടാവുന്ന്. ഇപ്പം ശരിയായില്ലേ? നമുക്ക് നാളത്തെ നിശ്ചയം വേണ്ടാന്ന് വെക്കാൻ പറഞ്ഞാലോ? പിന്നെ അതിന് സുഭാഷേട്ടൻ സമ്മതിക്കുമല്ലയോ? നല്ല കാര്യമായി. നമ്മൾ ആ വീട്ടുകാരെ പറ്റി എന്തേലും പറയുവാണെങ്കിൽ അപ്പം ന്യായീകരണം കൊണ്ടുവരും സുഭാഷേട്ടൻ. നമ്മൾ ഇതും കൊണ്ട് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എന്ത് തോന്നുമെന്നായിരിക്കും പറയുന്നേ. സുഭാഷേട്ടൻ്റെ വിശ്വാസത്തിൽ ആ പെണ്ണും കുടുംബവും വളരെ നല്ലതാണ്. അതിനി മാറ്റാൻ പറ്റത്തില്ല. നേരിട്ട് സുഭാഷേട്ടൻ എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടാവണം, അല്ലാതെ സുഭാഷേട്ടൻ മാറ്റുമെന്ന് തോന്നുന്നില്ല. നിശ്ചയമല്ലേ നടക്കുന്നുള്ളൂ. കല്യാണത്തിന് ഇനിയും സമയമുണ്ടല്ലോ. അപ്പോഴേക്ക് സുഭാഷേട്ടന് കാര്യങ്ങൾ മനസ്സിലാവുമെന്ന് കരുതാം, അല്ലേ? അത് കൂടുതൽ കുഴപ്പമാവോ ഏട്ടത്തി? ആരോ പറഞ്ഞ് തീരുമാനിക്കേണ്ടെന്നേ സുഭാഷേട്ടൻ പറയൂ. കല്യാണത്തിന് ഇത്രയും ഗ്യാപ്പ് ഉണ്ടല്ലോ. അവരുടെ സ്വഭാവം അങ്ങനെയാണെങ്കിൽ പുറത്ത് വരാതിരിക്കത്തില്ല, അത് ഉറപ്പ്. നോക്കാം. സുഭാഷേട്ടൻ നല്ല ഉറക്കത്തില. പാവം, ഉണ്ടാവാൻ പോകുന്ന ഒരു നല്ലൊരു ബന്ധമാണെന്നുള്ള വിശ്വാസത്തില. തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ. പെട്ടെന്ന് അങ്ങനെയല്ലെന്ന് തോന്നുമ്പോഴേ സുഭാഷേട്ടൻ അത് സഹിക്കാൻ പറ്റത്തില്ല. പതിയെ നമുക്ക് ബോധ്യപ്പെടുത്താം. അച്ഛൻ പാട്ട് പാടുന്നു. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണേ.